എൻ്റെ 8-10 വർഷത്തെ ഡിസൈൻ ജേണിയിൽ ഞാൻ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൺ കൈൻഡ് ഓഫ് ഡിസൈൻ പ്രോജക്റ്റുകളായിരുന്നു ശരിക്കും കവർ ഡിസൈനുകൾ എന്നുള്ളത്. അതിൻ്റെ ഒരു കാരണം, നമ്മൾ കോമൺ പീപ്പിളിനൊക്കെ വേണ്ടിയിട്ട് പൊതുവെ കൊടുക്കുന്ന ഡിസൈനുകൾ, കോമൺ ഡിസൈനുകൾ, അതൊന്നെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് സെല് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാനോ, അതല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാനോ, അങ്ങനെ എന്തെങ്കിലും പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കോമൺ പീപ്പിളിന് കൊടുക്കുന്ന ഡിസൈനുകളിൽ നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ പെർസ്പെക്റ്റീവിലും ഒരു ആർട്ടിസ്റ്റിക് പെർസ്പെക്റ്റീവിലൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഫ്രീഡം കുറവാണ്. കാരണം കോമൺ പീപ്പിളിന് കൊടുക്കുന്ന കോമൺ ഡിസൈന് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പർപ്പസുകളൊക്കെ മീറ്റ് ചെയ്ത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഡിസൈൻ എന്ന് വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള നമ്മളുടേതായ ഭയങ്കര മീനിങ് ആയിട്ടുള്ള തോട്ട്സോ കാര്യങ്ങളൊന്നും ഒരു പക്ഷേ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതേസമയം നമ്മൾ കവർ ഡിസൈൻ്റെ ഒക്കെ കേസിലോട്ട് വരുമ്പോൾ കവർ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കവർ എന്തിനുള്ളതാണ്? പുസ്തകങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുടെ ഇമാജിനേഷൻസും തോട്ട്സും കാര്യങ്ങളും അവരുടേതായ ഭാവനകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു ശേഖരമാണ് പുസ്തകം. അപ്പോൾ അതിൻ്റെ അനുവാചകർ, അത് വായിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും കുറച്ചും കൂടെ ഇൻ്റലക്ച്വലി കുറച്ച് ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ആളുകളായിരിക്കും, കുറച്ച് തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നൊരു ഡിസൈനിൽ നമുക്ക് അതിൻ്റേതായ ഒരു ഫ്രീഡം നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ഈ പുസ്തകങ്ങളൊന്നും ഇങ്ങനെ ആവുന്നതുകൊണ്ട് പുസ്തകങ്ങൾക്ക് വേണ്ടി നമ്മളൊരു കവർ ചെയ്യുന്ന സമയത്ത് അത് അത്രത്തോളം ഫങ്ഷണൽ ആവണമെന്നോ അതിൽ വലിയ ക്ലാരിറ്റി വേണമെന്നോ ഒരു നിർബന്ധമില്ല. അതൊരു കൈൻഡ് ഓഫ് ആർട്ട് വർക്ക് അല്ലെങ്കിൽ വൺ പീസ് ഓഫ് ആർട്ട് വർക്ക് എന്ന് വരെ നമുക്ക് കവർ ഡിസൈനുകൾ വിശേഷിപ്പിക്കാൻ പറ്റും. സോ ദിസ് കൈൻഡ് ഓഫ് വർക്ക് ഐ ട്രൂലി എൻജോയ് and take a look at a few of my cover designs.